ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവക്കാഡോ അതിൻ്റെ എണ്ണയാണ് ചേർക്കുന്നത്. നല്ലെണ്ണ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് അവക്കാഡോയാണ് ചേർക്കുന്നത്. കുറച്ച് മതി, ഇത്രയും മതി. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി. ഈ അച്ചാറിന് ഇഞ്ചി വേണ്ട. നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇവിടെ നല്ലതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മിലിട്ടിട്ട് പൊടി ചേർക്കാം. എരിയുള്ള മുളകാണ് 1 തവി. കാശ്മീരി മുളക് പൊടി 1 സ്പൂണ്. മഞ്ഞൾ പൊടി 1/4 സ്പൂണ്. ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ഇട്ടാണ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത്. കായപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി. ഇത് നല്ലതുപോലെ മൂപ്പിക്കുക, കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലേക്ക് ഇത്രയും ശർക്കര എടുത്ത് വെച്ചിരിക്കണം, അത് ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലതായിട്ടൊന്ന് അലുത്ത് വരട്ടെ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുക. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ പുളിഞ്ചിക്കയാണ്. ഇത് വേവിച്ച് വെച്ചിരിക്കുവാണ്, വെള്ളം ഊറ്റിക്കളഞ്ഞു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കല്യാണ സദ്യക്കൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും. ഏതൊരു വിശേഷ ദിവസം ഒരുപാട് കഴിക്കരുത്. 1 പീസ് അല്ലെ 2 പീസ്, കുഞ്ഞുങ്ങൾക്കൊക്കെ അത്രയും മതി. ഭയങ്കര ടേസ്റ്റാണ് ഈ അച്ചാർ. പുളിയും എരിയും ഉപ്പും മധുരവും എല്ലാം പിടിച്ച് ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുളിഞ്ചിക്ക വേവിച്ചുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം പുളിഞ്ചിക്ക വേവിക്കുന്ന സമയത്ത് അല്പം ഉപ്പ് ഇട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ വേവിച്ച് വെച്ചത്. എന്നിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചത്. അപ്പം ഇനി തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.